വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ വിട എന്ന കാവ്യസമാഹാരത്തിലെ കവിതയാണ് ഓണമുറ്റത്ത്. ഓണമുറ്റത്ത് എന്ന കവിതയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. മനുഷ്യനും പ്രകൃതിയും ഒരേ മനസ്സോടെ വരവേൽക്കുന്ന ഓണത്തെക്കുറിച്ചും കേരളീയ സംസ്കാരത്തിൻ്റെ നന്മകളെക്കുറിച്ചും പാടുകയാണ് കവി. മലയാളദേശം ഓണത്തെ സ്വീകരിക്കുന്നത് എങ്ങനെയെന്നാണ് ആദ്യം കവി പറയുന്നത്. ഇനി കവിത നോക്കൂ. ഓണമുറ്റത്ത്. ഈ മലനാട്ടിൻ വായുവിലുണ്ടൊരു മധുരോദ്ധാരവികാരം, മഞ്ഞാൽ ഈറനുടുത്തൊരു പാവനഭാവം. മഴ കൊണ്ടാലും പാവം തുമ്പകൾ മലരിൻ കൂട നിറച്ചു വിറച്ചേ നിൽക്കുകയല്ലോ മേടുകൾ തോറും. തിരികൾ തെറുത്തു കൊളുത്താനുറ്റ മുഹൂർത്തം കാത്ത് കുഴഞ്ഞു മടങ്ങിയ കരവിരലോടെ ദീപക്കുറ്റികൾ നാട്ടിയിരിപ്പൂ നറുമുക്കുറ്റികൾ. ടെക്സ്റ്റിൽ നോക്കാം. ആദ്യത്തെ 3 വരിയുടെ ആശയം എന്താണെന്ന് നോക്കാം. ഈ മലനാട്ടിൻ വായുവിലുണ്ടൊരു മധുരോദാരവികാരം, മഞ്ഞാൽ ഈറനുടുത്തൊരു പാവന ഭാവം. ഈ മലനാട്ടിൻ്റെ വായുവിൽ പോലും മധുരവും ഉദാരവുമായ ഒരു വികാരമുണ്ട്. മഞ്ഞിൽ കുളിച്ച് ഈറനുടുക്കുക എന്ന് പറഞ്ഞാൽ നനഞ്ഞ വസ്ത്രം ധരിക്കുക. നനഞ്ഞ വസ്ത്രം ധരിച്ച പാവനമായ ഒരു ഭാവമാണത്. മധുരോദ്ധാരം, ഉദ്ധാരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം എന്നാണ് അർത്ഥം. പാവനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധം അല്ലേ. അതായത് ഓണം വരുമ്പോൾ അല്ലെങ്കിൽ ഓണക്കാലത്ത് ഈ മലനാട് എന്ന് പറയുന്ന നാടാണ് നമ്മുടെ നാട് കേരളം അല്ലേ. ഈ കേരളത്തിൻ്റെ വായുവിൽ പോലും മധുരവും ഉദാരവുമായ ശ്രേഷ്ഠവുമായ ഒരു വികാരമുണ്ട് എന്നാണ് കവി പറയുന്നത്. പരിശുദ്ധമായ ഒരു ഭാവമാണ് ഓണക്കാലത്ത് പ്രകൃതിക്കുള്ളത്. ഓണത്തിന് നമുക്കൊരു അതിഥി വരാനുണ്ട്. ആരാണ് നമ്മുടെ അതിഥി? മഹാബലി മന്നൻ, മഹാബലി ചക്രവർത്തി. അദ്ദേഹത്തെ വരവേൽക്കാൻ നമ്മുടെ പ്രകൃതി എങ്ങനെയൊക്കെയാണ് ഒരുങ്ങി നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മഴ കൊണ്ടാലും പാവം തുമ്പകൾ മലരിൻ കൂട നിറച്ച് വിറച്ചേ നിൽക്കുകയല്ലേ മേടുകൾ തോറും. പാവപ്പെട്ട തുമ്പകൾ മഴ കൊണ്ടിട്ട് പോലും പൂക്കളുടെ കൂട നിറച്ചുകൊണ്ട് മേടുകൾ തോറും നിൽക്കുന്നു. ഓണത്തെ വരവേൽക്കാൻ മഴ കൊണ്ടിട്ട് പോലും തുമ്പകൾ എങ്ങനെയാണ് നിൽക്കുന്നത്? മലർ എന്ന് പറഞ്ഞാൽ എന്താ? പൂവ് അല്ലേ. പൂക്കളുടെ കൂട നിറച്ചുകൊണ്ട് പറമ്പുകൾ തോറും നിൽക്കുകയാണ്. ആരെ കാത്താണ് നിൽക്കുന്നത്? ആ മഹാബലി മന്നനെ കാത്തു നിൽക്കുകയാണ്. തിരികൾ തെറുത്ത് കൊളുത്താനുറ്റ മുഹൂർത്തം കാത്ത് കുഴഞ്ഞു മടങ്ങിയ കരവിരലോടെ ദീപക്കുറ്റികൾ നാട്ടിയിരിപ്പൂ നറുമുക്കുറ്റികൾ. അടുത്തത് ആരാണ് കാത്തിരിക്കുന്നത്? മുക്കുറ്റികളാണ്, മുക്കുറ്റിപ്പൂവുകൾ. അവർ എങ്ങനെയാണ് കാത്തിരിക്കുന്നത്? മുക്കുറ്റിപ്പൂക്കൾ ദീപക്കുറ്റികൾ തയ്യാറാക്കി അത് കൊളുത്താനുള്ള മുഹൂർത്തം കാത്ത് ഇരിക്കുകയാണ്. മുക്കുറ്റിപ്പൂവുകൾ ദീപക്കുറ്റികൾ തയ്യാറാക്കി എന്നാണ് പറഞ്ഞത്. അതായത് മുക്കുറ്റിയെ കാണുമ്പോൾ അല്ലെ ഒരു ദീപം വെച്ചതുപോലെയാണ് മുക്കുറ്റികൾ. അതിൻ്റെ മഞ്ഞപ്പൂക്കൾ കാണുമ്പോൾ തിരികൾ തെറുത്തതുപോലെ. തിരികൾ തെറുക്കുക എന്ന് പറഞ്ഞാൽ തിരികൾ കത്തിക്കാൻ വേണ്ടി തയ്യാറാക്കി വയ്ക്കുക. അപ്പോൾ ആ പൂക്കൾ കാണുമ്പോൾ വിളക്കിൻ തിരി പോലെയുണ്ട്. അങ്ങനെ തിരികൾ കൊളുത്തി കുഴഞ്ഞു മടങ്ങിയ കരവിരലോടെ, കരമെന്ന് പറഞ്ഞാൽ കൈ അല്ലേ, കുഴഞ്ഞു മടങ്ങിയ കൈവിരലുകളോടെ കാത്തു നിൽക്കുകയാണ്. കാരണം ഒരുപാട് നേരമായിട്ട് ആ മുഹൂർത്തം കാത്ത് ഇരിക്കുകയാണ് ആര്? തിരിയും കൊളുത്തിരിക്കുകയാണ് മുക്കുറ്റികൾ. അടുത്തതായി ആരാണ് ഓണത്തെ വരവേൽക്കാൻ കാത്തു നിൽക്കുന്നതെന്ന് നോക്കാം. ഏതുമുറങ്ങാതെമ്പാടും വയലേലകൾ തോറും നടുവിൽ പൊൽക്കിഴിയെരിയും വെള്ളിത്താലമെടുത്ത് നിരന്നുലസിപ്പൂ നെയ്യാമ്പലുകൾ. ആമ്പലുകൾ ഒട്ടും ഉറങ്ങാതെ നടുവിൽ പൊൻകിഴിയെരിയുന്ന വെള്ളിത്താലവും എടുത്ത് വയലേലകൾ തോറും
നിരന്ന് ശോഭിക്കുന്നു. ഏതുമുറങ്ങാതെ എന്നാണ് പറഞ്ഞത് അല്ലേ? ഒട്ടും ഉറങ്ങാതെ വയലേലകൾ തോറും നടുവിൽ പൊൽക്കിഴി. എന്താ പൊൽക്കിഴി എന്ന് പറഞ്ഞാൽ? പൊന്നിൻ്റെ കിഴി അല്ലേ? അമ്പൽപ്പൂവ് നോക്കിയാൽ നിങ്ങൾക്കതിൽ എന്ത് കാണാം? ഒരു സ്വർണ്ണക്കിഴി പോലെ ആ അമ്പലിൻ്റെ നടുവിൽ അല്ലേ മഞ്ഞ നിറത്തിൽ കാണാം. വെള്ളിത്താലവും എടുത്തിട്ടാണ് നെയ്യാമ്പലുകൾ ആരെ വരവേൽക്കാൻ കാത്തിരിക്കുന്നത്? മഹാബലിയെ, ഓണത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്നത്. അടുത്ത വരി, കാലേ രാവു നിറന്ന നിലാവാൽ കമുകിൻ പൂവരി തൂകി തൂമയിലെതിരേറ്റങ്ങനെ നിൽക്കും വഴിയേ എഴുന്നള്ളുകയാണ് ഓണത്തപ്പൻ. കാലേ എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ രാവ്, രാത്രി, നിറമുള്ള നിലാവാൽ എന്ത് ചെയ്തിട്ടുണ്ട്? വഴികളിലൊക്കെ കമുകിൻ പൂവരി തൂകിയിട്ടുണ്ട്. കവുങ്ങിൻ്റെ പൂക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചെറിയ വെളുത്ത തരികൾ. അപ്പോൾ ഇവിടെ നിലാവാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കമുകിൻ പൂവരി തൂകിയിട്ടുള്ളത്. അതായത് നിലാവുള്ള വഴിയിലൂടെ എഴുന്നള്ളുകയാണ് ആര്? ഓണത്തപ്പൻ. മഹാബലിയെ വരവേൽക്കാൻ നിലാവ് വഴിയിലൊക്കെ കവുങ്ങിൻ്റെ പൂവരി തൂകിയിരിക്കുകയാണ്. ആർപ്പു വിളിക്കുവിൻ ഉണ്ണികളെ, അലകടലെ മേന്മേൽ കുരവയിടൂ കൊച്ചരുവികളെ, ചെറുകന്യകളെ നല്ല അതിഥി നമുക്കിനി ആരിതുപോലെ. കവി പറയുകയാണ്, ഉണ്ണികളെ നിങ്ങൾ ആർപ്പ് വിളിക്കൂ, അലകടലെ നിങ്ങൾ ആർപ്പ് വിളിക്കൂ, കൊച്ചരുവികളെ നിങ്ങൾ വീണ്ടും വീണ്ടും കുരവയിടൂ. നമുക്കിതുപോലെ നല്ല ഒരതിഥി വേറെ ആരാണുള്ളത്? അതുകൊണ്ട് ചെറുകന്യകകളെ, കൊച്ചരുവികളെ നിങ്ങൾ എന്ത് ചെയ്യൂ? കുരവയിടൂ എന്ന് കവി പറയുന്നു. നീളും മലയുടെ ചങ്ങലവട്ടയിൽ നാളം പാടല വിരലാൽ നീട്ടിയും ഓമൽ കവിളു തുടുത്തും തെല്ലൊരു നാണത്തോടു പരുങ്ങിയൊരുങ്ങിടും ഓണക്കോടിയുടുത്തൊരുഷസേ, പനിനീരാൽ കഴുകിക്കൂ കാലുകൾ മണിപീഠത്തിലിരുത്തൂ മന്നനെ, മലയാളത്തറവാട്ടിനങ്കണ മണിപീഠത്തിലിരുത്തൂ ഞങ്ങളുടെ കൊച്ചുകിനാവുകൾ തേടി അലഞ്ഞു മലർക്കളമെഴുതിക്കാത്തോരരജനെ. നീളും മലയുടെ ചങ്ങലവട്ടയിൽ നാളം പാടല വിരലാൽ, പാടലം എന്ന് പറഞ്ഞാൽ ചുവന്ന വിരൽ എന്നർത്ഥം. പാടല വിരൽ എന്ന് പറഞ്ഞാൽ നാളം എന്ന് പറഞ്ഞാൽ ആ വിളക്കിൻ്റെ തിരിയിടുന്ന ഭാഗത്തിനാണ് നമ്മൾ നാളം എന്ന് പറയുക. ചങ്ങലവട്ട അല്ലേ, അതായത് ചങ്ങലകൾ. അപ്പോൾ ഇവിടെ മലയുടെ ചങ്ങലവട്ടയിലാണ് അല്ലേ. ഇവിടെ നിങ്ങൾ മല കാണാം. ആ മലയുടെ അറ്റം നോക്കുമ്പോൾ ഒരു എന്താണ് ചങ്ങല പോലെ കിടക്കുന്നു. ഈ ചങ്ങലവട്ടയിൽ നാളം പാടല വിരലാൽ നീട്ടിയും. നിങ്ങൾ ചങ്ങല വിളക്ക് കണ്ടിട്ടുണ്ടാവും, അതുമായി സാദൃശ്യപ്പെടുത്തുകയാണ് ഇവിടെ. അപ്പം ഈ ചങ്ങലവട്ടയിൽ നാളം ചുവന്ന വിരലുകൊണ്ട് ഇങ്ങനെ നീട്ടിയിട്ട്, ആ തിരി ഇങ്ങനെ ചുവന്ന വിരലുകൊണ്ട് നീട്ടിയിട്ടും കവിളൊക്കെ തുടുത്തും തെല്ലൊരു നാണത്തോടുകൂടി ഒരുങ്ങി വരികയാണ് ആര്? ഓണക്കോടി ഉടുത്ത് ഒരുങ്ങി വരികയാണ് ഉഷസ്. ഉഷസ് എന്ന് പറഞ്ഞാൽ പ്രഭാതം. ഇവിടെ പ്രഭാതമാണ് നമുക്ക് കാണാനുള്ളത് അല്ലേ. അപ്പം നീളുന്ന മലയുടെ ചങ്ങലവട്ടയിൽ ചുവന്ന് തുടുത്ത വിരലുകൊണ്ട് തിരി നീട്ടി തെല്ല് നാണത്തോടെ തുടുത്തു ചുവന്ന കവിളുമായിട്ട് പരുങ്ങി ഒരുങ്ങുന്ന ഓണക്കോടി ഉടുത്ത പ്രഭാതത്തോട് കവി പറയണം. എന്താ പ്രഭാതത്തോട് കവി പറയുന്നത്? പ്രഭാതമേ, ഈ രാജാവിനെ, അതായത് മഹാബലി മന്നനെ അല്ലേ, ഈ രാജാവിനെ പനിനീരുകൊണ്ട് കാലു കഴുകിച്ച് മണിപീഠത്തിൽ ഇരുത്തിയാലും, ഞങ്ങൾ പൂക്കളമിട്ട് കാത്തിരിക്കുന്ന ഈ രാജാവിനെ നമ്മുടെ മലയാള തറവാടിൻ്റെ മുറ്റത്ത് മണിപീഠത്തിൽ തന്നെ ഇരുത്തൂ എന്നാണ് ഉഷസ്സിനോട് കവി പറയുന്നത്. മലർക്കളം എഴുതി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ പൂക്കളമിട്ട് കാത്തിരിക്കുക എന്നർത്ഥം. നമ്മളിതുവരെ പഠിച്ചത് മലയാള ദേശം ഓണത്തെ സ്വീകരിക്കുന്നത് എങ്ങനെ അല്ലേ, എങ്ങനെയൊക്കെയാണ് സ്വീകരിക്കുന്നത്. മാവേലി തമ്പുരാനെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് ആരെല്ലാമായിരുന്നു മാവേലി തമ്പുരാനെ എതിരേൽക്കാൻ ഒരുങ്ങുന്നത്? തുമ്പ,
മുക്കുറ്റി, വെള്ളാമ്പലുകൾ, നിലാവ്, അരുവികൾ, ചെറുകന്യകകൾ, അല്ലേ, അലകടൽ, ഇവയൊക്കെ ആരെ കാത്തിരിക്കുകയാണ്? മാവേലി തമ്പുരാനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. മാത്രമല്ല പ്രഭാതവും, അല്ലേ, ഉഷസ്സും കാത്തിരിക്കുന്നുണ്ട്. വെള്ളിത്താലങ്ങളായും ദീപക്കുറ്റികളായും കവി സങ്കല്പിക്കുന്നത് എന്തിനെയൊക്കെയാണ്? വെള്ളിത്താലങ്ങളായി നെയ്യാമ്പലുകളെ സങ്കല്പിക്കുന്നു. ദീപക്കുറ്റികളായി മുക്കുറ്റികളെയും സങ്കല്പിക്കുന്നു. അതിഥിയെ സ്വീകരിക്കാൻ ചങ്ങലവട്ടയുമായി വരുന്ന കന്യകയാണ് ആര്? പ്രഭാതം. ഉദയസൂര്യനാകുന്ന വിളക്കിൻ്റെ നാളം അല്പമൊന്നുയർത്തി ലജ്ജയോടുകൂടി തുടുത്ത കവിളുകളോടെ ഉഷസ് ഒരുങ്ങിയെത്തുകയാണ് ഓണത്തെ വരവേൽക്കാൻ. ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. പാഠഭാഗം നന്നായി വായിക്കുക. ഇനി കവിതയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.